പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങൾ വലിയ തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിലും വെല്ലുവിളികളേറെയുണ്ട്. അയത്തുള്ള ഖമേനിക്കെതിരെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളിച്ച് അവരുടെ മരണശേഷം പോസ്റ്റർ കീറിയെറിയുന്ന, സിഗരറ്റ് കത്തിച്ച് തീ കൊടുക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു യുവതി ഒരേ സമയം ആഘോഷവും ചിലയിടങ്ങളിൽ, അതേസമയം മറിയിടങ്ങളിൽ കടുത്ത പ്രതിഷേധവും. അതാണ് സാഹചര്യം. ഇതാ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ത്യയിൽ തന്നെ കശ്മീരിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളാണ്. അവിടെ UN ഓഫീസിന് പുറത്ത് വലിയ തരത്തിലുള്ള മുദ്രാവാക്യം വിളികളുമായി അവിടെ അയത്തുള്ള ഖമേനിയെ അനുകൂലിക്കുന്നവർ ഒത്തുകൂടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടുത്തെ സാഹചര്യം ഇതാണ് നമ്മൾ കാണുന്നത്. കശ്മീരിൽ കാർഗിലിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ കശ്മീരിൻ്റെ മറ്റ് മേഖലകളിൽ നിന്നും സമാനമായ ചില ദൃശ്യങ്ങൾ പുറത്തു വരും. जिसने अपनी पूरी जिंदगी न सिर्फ मिल्लत ऐलान के लिए, न सिर्फ मिल्लत मुसलमान के लिए, बल्कि आलम इंसानियत और मुस्तदफीन के लिए अपनी जिंदगी निछावर। അയത്തുള്ള അലി ഖമേനിയുടെ മരണം, വധം, അത് ലോകത്തിലുണ്ടാക്കാൻ പോകുന്ന തുടർചലനങ്ങൾ എന്താ എന്നത് പ്രസക്തമാണ്. ഇന്ത്യയിലടക്കം അതിൻ്റെ ചില തുടർചലനങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഈ ഇസ്ലാമിക തീവ്ര നിലപാടുള്ള രാജ്യങ്ങളിൽ പുതിയ ചില നീക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അത്തരം സൂചനകളുണ്ട്. കാരണം പരമാവധി പരമ്പരാഗത ഇസ്ലാമികവാദങ്ങൾ പുലർത്തിയിരുന്ന നേതാവ് കൂടിയായിരുന്നു അയത്തുള്ള അലി ഖമേനി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം വലിയ തരത്തിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ആ തരത്തിലുള്ള ജാഗ്രത പൊതുവിൽ ലോകരാജ്യങ്ങൾ കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഇറാൻ നടത്തുന്ന തിരിച്ചടി. ഇറാനിൻ്റെ നീക്കങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പൊതുവിൽ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ